ഫെമിനിസ്റ്റ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ കണ്ണ് കെട്ടിയിട്ട് ഗസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇപ്പൊ യൂട്യൂബിലൊക്കെ നന്നായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഞങ്ങളൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോകൾക്ക് ഒരുപാട് കമന്റ് വന്നിരുന്നു കേട്ടോ, എന്താ ഗസ് ദ ഫുഡ് ചലഞ്ച് ഒക്കെ പറഞ്ഞാണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾ വൈകി ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൻ്റെ പേര് സുരേഷ് വി എന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എൻ്റെ പേരെന്ന് പറയുമ്പോൾ എൻ്റെ പേര് നന്ദിത എന്നാണ്. അപ്പോൾ നന്ദിത ഹായ്, നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബർ ചോദിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 2 ആഴ്ച ആവുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ്, എല്ലാവരോടും ഭയങ്കരമായിട്ട് താങ്ക്സ് പറയാണ്. അതുപോലെ നമ്മൾ ഒരുപാട് ചലഞ്ചുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ വയ്യെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച് ആയിട്ടാണ്. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടെ തന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഫെമിനിസ്റ്റ് വേൾഡിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവളെ സൈഡിലുണ്ട്, എൻ്റെ ഈ സൈഡിലും ഉണ്ട്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് മാംഗോ ജ്യൂസ് ആണ്. നമ്മൾ ഗസ് ചെയ്ത് ശരിയാണെന്നുണ്ടെങ്കിൽ ആരായാലും വേണ്ടില്ല ഇത് കിട്ടണം. അപ്പോൾ അത് ഭയങ്കര ലക്കാക്കാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ടൊന്ന് മിക്സിയിട്ട് അടിച്ചതാണ് അതിൻ്റെ വെള്ളമാണത്. അപ്പം ആ ഗസ് ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇതാണ് കുടിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ കയ്പൊന്നും ടേസ്റ്റ് മാറ്റാനാണ് ഇത് പഞ്ചസാര. അപ്പോൾ ഈ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് നമ്മൾ സാധനം വെച്ചിട്ട് ഗസ് ചെയ്തു. പിന്നെ നമ്മൾ കണ്ണ് കെട്ടാനായിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഷോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ആരാ ഫസ്റ്റ്? ആയിക്കോട്ടെ. അപ്പൊ ഫസ്റ്റ് ഞാനാണ്. അപ്പൊ ഇവിടെ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തേക്കാം. അപ്പൊ ലാസ്റ്റ് പറയാൻ പോലെ പിന്നെ ഞാൻ ഓക്കെ കേട്ടോ. എടുക്കട്ടോ. ഇത് ക്രാബ് ഇത് ശരിയാണ്. അപ്പൊ ഞാൻ എനിക്ക് ഇതാണ് മാംഗോ ജ്യൂസ്. കണ്ണ് തുറക്കണം. നമ്മുടെ സ്പോട്ടിൽ ഞാൻ ജയിച്ചില്ലേ, ഞാൻ എന്റെ അങ്ങനെ പറയണ്ടേ. അങ്ങനെ ഞാൻ എടുത്തത് ഓളാട്ട. അങ്ങനെ ചെയ്താലേ ഇവിടെ കഴിയുള്ളൂ. 5 സംഗതികളാണ് എടുത്തിട്ടുള്ളത്. നോക്ക് സതി, നല്ലോണം നോക്ക്. അപ്പൊ ഫസ്റ്റ് 2 ആളും ജയിച്ചു. എല്ലാവർക്കും ആണോ? അടുത്തത് ഞാന്. അപ്പൊ 2 ആളത്തും ഓരോന്ന് കഴിഞ്ഞു. ഇനി 4 സംഘങ്ങളുണ്ട്. അടുത്ത ഞാൻ നെറ്റിന് പറയാൻ പണം വെച്ചോ വെച്ചാ തൊടട്ടെ.
കഴിക്കണം കഴിച്ചോ? തന്നെ കഴിക്കാൻ പറ്റുന്ന സാധനം കഴിച്ചോ? എന്താ തോന്നി പോയിട്ടുണ്ടോ? കഴിക്കണം കഴിച്ചോ? കുഴപ്പമില്ല. സ്മെല്ല് കേട്ടോ. കഴിച്ചോ? ഞാനല്ല എന്താ ഡപ്പറടി? മൂന്ന് ഓപ്ഷൻ കിട്ടാം. മൂന്ന് പറയാം ഈ സാധനം. കഴിയോ? എന്താ ചെയ്തോ? എന്തെങ്കിലും പറയും. മറ്റേതാണോ എന്ത് ടൈം ഉണ്ട് അതിന്? ടൈമൊന്നുമില്ല. ഞാൻ വേഗം നോക്കാം. ചക്കക്കുരു ആണോ? ചക്കക്കുരു? ശരിയാണ്. ചക്കക്കുരു എടി അണ്ണാച്ചി ഇതൊക്കെ എവിടുന്നൊക്കെ ഇവിടെ പ്ലാവുള്ള നമ്മുടെ ചക്കല്ലേ നമ്മോടൊക്കെ പഴം മരം. അപ്പൊ എനിക്ക് ഇനിയും ജ്യൂസ്. അപ്പൊ ഞാൻ ജ്യൂസ് എടുക്കാം. ഞങ്ങൾ ഇന്ന് രണ്ടെണ്ണമുണ്ട്. ക്യാമറ ഇല്ല. ബ്രഷ് നമ്മളെ എന്താ ദോശ ചുരുമ്പോ വെളിച്ചെണ്ണ കാക്കണ്ടേ ബ്രഷ്. ഇതൊക്കെ ഏത് പൊട്ടന്മാർക്കും അറിയാം. ജ്യൂസ് അപ്പൊ പെന്റി പൊട്ടി. ജ്യൂസ് എന്ന് പറഞ്ഞ് കുടിച്ചാൽ ഭയങ്കര ഉസാറാണ്. എന്നിട്ട് കുടിക്കുന്നത്. അപ്പൊ അടുത്ത ഞാനാണ്. ചേട്ടാ എന്താ ഞാൻ ഉള്ളതോടെ മറിച്ചല്ലേ അവിടെ വെച്ച് സാധനം വെക്ക്. മണല്. മണലടി മണല. ഒന്ന് പോയി അല്ല തെറ്റിയാ? തെറ്റി. വേണം തിന്നത് നോക്കാം. ആണേ മറ്റേ നമ്മളെ എംസാം പൊടി. രണ്ട് പോയി. മൂന്ന് ഓപ്ഷനുണ്ട്. എങ്ങനെ കണ്ടത് കുടിപ്പിക്കണം. വേണം തിന്ന് നോക്കാം. സ്പൂൺ വെക്കണേ. തിന്ന് നോക്ക്. അത് വേണ്ട. ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞാലേ കഴിയൂ. സ്പൂൺ വെക്കാം. തിന്നണ്ടേ? തിന്നണ്ട. അനക്ക് വേറെ ഇത് കല്ല് കണ്ടതാ? ഇല്ലേ കല്ലില്ലേ? ആണിത് മണലാണ്. മണല അല്ല ഒപ്പിച്ചല്ലേ? ഒപ്പിച്ച് മനസ്സിലാവും. ഓരോ തന്നെ തിന്നാത്തത്. എന്താ മനസ്സിലായില്ലേ? എന്താ എന്താ പറഞ്ഞെടുക്കേ? പൂര വറുത്തത് അല്ലേ? തിന്ന് നോക്കിയത് എന്തായാലും പറയും. മണ്ണിന് സ്മെല്ലാ. ഇത് പോയി. ഇന്ന് വിളിക്ക്. ധൈര്യത്തോടെ വിളിക്ക്. ധൈര്യത്തോടെ വിളിക്ക്. ഇല്ലാത്തോടെ നമ്മളെ എതിർത്തിട്ടുണ്ട്. കുടിക്കേ. ബുക്കാനോക്കല്ലേ? ട്രൈ അയ്യോ മോളെ ഇത് പൊങ്ങനെ വേണം.
ഷേപ്പൊക്കെ സാധനം സൂക്ഷിച്ച് തുറന്നിട്ടാ എന്താ അങ്ങനെ കണ്ടേ ഇല്ലേ? നമുക്കെന്താ പേടിയെന്നാണ് ചെറിയ ജീവള താടല്ലേ അവിടെ തൊട്ടാ ആ മുന്നിക്ക് വരുമ്പോ തോന്നട്ടെ അതിന്റെ തല ഇതെന്ത് സാധനം വളഞ്ഞിരിക്കണേ അതിന്റെ കാന്താനല്ലേ ഇങ്ങനെ എടുക്കണേ അല്ലോ ടൈമുണ്ട് കച്ച കണ്ടില്ലേ ടേസ്റ്റ് നോക്കിക്കോ കഴിച്ചു സ്മെല്ല് ചെയ്തോ ഇത് എന്തേ കാറ്റ് കേട്ടിന് സ്മെല്ല് ഞാൻ എടുക്കാൻ കാരണം ഇതിന് ഷേപ്പാട്ടെ വളഞ്ഞ കുഞ്ഞായിട്ട് അതുകൊണ്ടാട്ടാ ഇപ്പൊ ജ്യൂസിന്റെ ആക്രാന്തം കൊണ്ട് കുടിച്ചു തെറ്റി കഴിഞ്ഞാൽ കുടിച്ചേണ്ടി വരൂലേ നിക്ക് നിക്ക് സ്മെല്ല് വരുന്നുണ്ടടി എന്താ ഞാൻ ഞാൻ വെച്ചേക്കാം ഇതിന് സ്മെല്ലുണ്ടായിട്ട് തണുപ്പുണ്ട് ഇതെന്തോ ഫേഷ്യലാണ് തോന്നുന്നത് എന്താന്ന് പറയും എന്താ നിനക്ക് പേര് അറിയില്ലടി എന്നാലും ഒന്ന് ഗസ് ചെയ്യ് ഇത് മറ്റേ മുഖത്തേക്കുന്ന സാധനം ആ മുഖത്തേക്കുന്ന സാധനം ഒന്നുകൂടി ഗസ് ചെയ്യല്ലോ ചെറിയ മുഖം പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കില്ല ഞാൻ ഉപയോഗിക്കില്ല എന്താ നോക്കേ എന്താ തൊള്ളിക്കച്ചൊക്കെ ഇത് ഫേഷ്യലല്ലേ നീ ഇല്ല എനിക്ക് പേരറിയില്ല പക്ഷെ അത് മുഖത്ത് തേക്കുന്ന സാധനം മുഖത്ത് വെക്കണതിനെ തെറ്റി ജെല്ലോ ജെല്ല്. അത് തിന്നാൻ കിട്ടൂല എന്നാലും മണം വാസന അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പാവം എന്റെ വീട് ഇതന്നെ ജെല്ലാട്ടോ അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ ജെല്ലാട്ടോ Boys-ന്റെ. ബോയ്സിന്റെ ജെല്ലാണല്ലേ അപ്പൊ അതാണ് അത് നല്ല തണുപ്പുണ്ടാക്കും നല്ല സ്മെല്ലും ഉണ്ടായിപ്പാട്ടെ ഞാൻ ഫേഷ്യലാന്ന് വിചാരിച്ചത് നല്ല മുഖത്തിലുണ്ടാക്കി ഞാൻ കുറച്ച് കുടിക്കണട്ടാ ഇത് പിന്നെ തീർന്ന ജ്യൂസ് അല്ലേ അത് ഞാൻ കുടിച്ചതാലേ വെച്ചോ എന്താ ഇത് മിഠായി ചോക്ലേറ്റ് മിഠായി വെക്കുന്നുണ്ട് അല്ലേ ഗൾഫ് മാത്രം ഈ ഷേപ്പ് എന്താ ഇവിടെ എന്റെ സാധനങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നില്ല അല്ലല്ല ഈ ഷേപ്പ് കണ്ടാൽ മനസ്സിലാക്കാം നമ്മളോട് മുട്ടായി ഉണ്ടെന്ന് നിൽക്കാറില്ലോ അല്ല പിന്നെ ജ്യൂസ് കുടിച്ചാനായിട്ട് എടുത്ത് പറഞ്ഞത് അത് കുറച്ച് കുടിച്ചാൽ മതി അല്ല എനിക്ക് മണോ അടുത്തത് എന്താ കഷ്ടത് ഇത് നല്ല ഓവറായി കെട്ടിട്ടാ കണ്ണ് കടയുന്നു വേഗം നോക്ക് കല പറയുന്നുണ്ട് ഞാൻ കുറച്ചും തേക്കട്ടെ കണ്ണിൽ ഭയങ്കര സാധ്യത ഒന്ന് റെഡിയാ ഇതെന്റെ പെയിന്റിങ്ങിന്റെ സാധനം ആണോ ആണ് ശരി ആണോ അല്ലേ ലാസ്റ്റ് എല്ലാം ആ ഞാൻ ജ്യൂസ് ഇതിലൊക്കെ ഉണ്ടാക്കുമ്പോ
കഴിഞ്ഞില്ലേ? അതെ കഴിഞ്ഞില്ല. ഇന്റെ കഴിഞ്ഞാ? ആ ഇന്റെ ഇതൊരു ഗസ് ചെയ്തിട്ട് അതാ ചെയ്തിട്ട് എന്റെ അടുത്തുള്ള മെയിൻ സാധനമാണ്. നിന്റെ പൊന്നോ ഇപ്പൊ എനിക്ക് എന്തൊക്കെ മനസ്സിലാവണ്ട ഒന്ന് കാണരുത്. ഞാൻ തൊടല്ലേ, അത് പേപ്പർ വെച്ചിക്കണേ. ഹലോ അല്ല ചെവിട് വെക്കാൻ ഉത്സാഹാണല്ലേ. എന്താണ് തൊടലേ? കഴിഞ്ഞു തൊട്ടോ. പേപ്പർ വെച്ചിക്കണെന്നുള്ളൂ. പേപ്പർ വെച്ചിക്കണേ എനിക്ക് ഇഷ്ടമായിട്ടായിട്ടേ അന്നോട് ഗസ് ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് ഇന്നോട് ചോദിക്കുക. പേപ്പർ എടുക്കരുതേ, പേപ്പർ എടുക്കരുത്. പേപ്പർ ഉണ്ടായിട്ട് അധികം പേടി. പേപ്പർ ഉണ്ടായിട്ടാ പേടി. ജീവനല്ല ജീവനുള്ളതൊന്നല്ല, അത് കണ്ടിഷ്ടം. ഞാൻ മാറ്റിത്തരാം. അടുത്ത് അത് മാറ്റിക്കണം. നമുക്ക് അതുണ്ടായിട്ട പേടി. ഞാൻ അറിഞ്ഞില്ല. അത് ഇടിയാത്തൊരു ചെറിയൊരു ഇതാണ് പാവേനെ. അത് എനിക്ക് പിടിക്കാൻ പേടിയല്ലേ. ടൈം വേണം, ഒരുപാട് ഓവറായിരുന്നു. അത് മട്ടയെ കുറച്ചോ ചെയ്തൂടെ? ജീവല്ല അല്ലല്ല ചെയ്തൂടെ? തീപ്പട്ടിയാ എന്താണ് അവിടെ വരെ എത്തിക്കണേ. അതാണില്ലേ അങ്ങനെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് മണത്ത് നോക്കാം. അതൊന്നും പറയില്ല. ഞാൻ അതൊന്നും പറയരുത്. ഇത് നല്ല അടിക്കിട്ടാ. സ്മെല്ല് ചെയ്ത് നോക്കണമെങ്കിൽ സ്മെല്ല് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ടേസ്റ്റും ചെയ്യാം. ഞാൻ ലാസ്റ്റ് പൈറ്റ് ഓവറാവില്ല. സമയം ഓവറാവില്ല. നമ്മൾ ഇയാളെ ഒഴിവാക്കട്ടാ. ഇയാളെ ദൂരെ കളയാൻ പോവാണ്. മൊത്തമുള്ളതാണ്. കൈയാക്കിയില്ല അത് ഇപ്പൊ ഒന്നും തന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബോറാണ്. ഓളെ ബാക്കിയുള്ളവർ ഞാൻ എങ്ങനെ പറയുന്നതാണ്.
അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ചെറിയൊരു വല്ലാണ്ട് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഫുൾ മഴയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് വെളിച്ചൊക്കെ വന്നത്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങള് സാധനങ്ങൾ റെഡിയാക്കി ഇപ്പോൾ. പക്ഷെ ആ ഒരൊറ്റ ലാസ്റ്റ് വെച്ച ചേരാട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന്റെ മെയിനായിട്ടൊരു സാധനം. അത് ശരിയാണല്ലേ. ഞാൻ മാത്രമാണ് ഈ ഒരു വെള്ളം കുടിക്കാൻ വന്നത്. രണ്ടെട്ടം കുടിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് പിന്നീടും വരണ്ടേ. ചലഞ്ച് വീഡിയോ അതുപോലത്തെ ഗസ്റ്റ് ചലഞ്ച് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ വൈൻഡപ്പായ. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഷെയർ ചെയ്യാനും പിന്നെ എന്തായിരുന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.